മഹാഭാരതം കഥകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ തനിയാവർത്തനങ്ങളാണ്. അതായത് മഹാഭാരതം കഥ 5000 വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡവരും കൗരവരും ഒക്കെ ജീവിച്ചിരുന്നു, ധർമ്മികളും അധർമ്മികളും. അപ്പം പാണ്ഡവരെ അങ്ങേയറ്റത്തെ ശക്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു, 5 പേര്. ലോകം മുഴുവനും ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു. ഭീമനെ പോലെ ബലവാനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നില്ല, അർജുനനെ പോലെ അത്രയും വില്ലാളി വീരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നില്ല. യുധിഷ്ഠിരൻ അങ്ങേയറ്റം ധർമ്മിഷ്ഠനും ധീരനുമായിരുന്നു. നകുല സഹോദരന്മാരും വളരെ ധീരന്മാരായിട്ടുള്ള പോരാളികളായിരുന്നു. പക്ഷേ എന്നിരിക്കലും ഇവർക്ക് ആപത്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടും ഇവർക്ക് അരക്കില്ലത്തിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ അവിടെ ഇവർക്ക് ഇവരുടെ ശക്തിയോ അല്ലെങ്കിൽ ഇവരുടെ അധികാരമോ ഒന്നും അവിടെ ഉപയോഗപ്പെട്ടില്ല എന്നാണ്. അപ്പം ഇത്രയും ശക്തന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും, ഇത്രയും പോരാളികളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും, ഇത്രയും അധികാരമുള്ള ആൾക്കാരാണെങ്കിലും ആപത്താന്നറിഞ്ഞിട്ടും അവർക്ക് അതിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാം, പല സന്ദർഭങ്ങളിലും നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അത് കുഴപ്പമാണെന്നറിയാമെങ്കിലും അതിലൂടെ കടന്നു പോവുക എന്നല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. ഈ ഒരു സന്ദേശമാണ് മഹാഭാരതത്തിലൂടെ നമുക്ക് വ്യാസഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ അധികാരമുണ്ടെങ്കിലും, എത്രയൊക്കെ ശക്തിമാന്മാരാണെങ്കിലും, എത്രയൊക്കെ കഴിവുകളുണ്ടെങ്കിലും ചില അതിഭയങ്കരമായിട്ടുള്ള വെല്ലുവിളികൾ ജീവിതത്തിൽ വരും. അതിലൂടെ കടന്നു പോവുക എന്നുള്ളതല്ലാതെ വേറൊരു നിവൃത്തിയും ഇല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ മഹാഭാരതം കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.